നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം MLA നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ സാക്ഷി മോഹൻ IAS മുൻപാകെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് പത്രികാ സമർപ്പണം നടന്നത്. മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നിന്നും 100 കണക്കിന് UDF പ്രവർത്തകർക്കൊപ്പം ആവേശകരമായ പ്രകടനമായാണ് അദ്ദേഹം സബ് കളക്ടർ ഓഫീസിലെത്തിയത്. മുദ്രാവാക്യങ്ങൾ വിളിച്ചും പതാകകൾ ഏന്തിയുമെത്തിയ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് വലിയ വരവേൽപ്പാണ് നൽകിയത്. കഴിഞ്ഞ 5 വർഷക്കാലം പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ വോട്ടർമാർ വിലയിരുത്തുമെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം നജീബ് കാന്തപുരം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDFന്റെ നേതാക്കളുടെ ഒക്കെ കൂടെ ഞങ്ങളുടെ പ്രവർത്തകരായ കൂടെ ഒരുമിച്ചെത്തി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇനി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇന്നു മുതൽ ഞങ്ങളുടെ പ്രവർത്തനം UDFന്റെ കമ്മിറ്റി ആസൂത്രണം ചെയ്യുന്ന മുറക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനത്തെ വിലയിരുത്തി തന്നെ ആയിരിക്കും വോട്ട് ചെയ്യുക എന്ന ഉറച്ച ബോധ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ജനങ്ങളെ സമീപിക്കുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. ഈ കഴിഞ്ഞ കാലത്ത് എങ്ങനെയാണോ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചത് അതേപോലെ തുടർന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മണ്ഡലത്തിലെ ജനങ്ങളുമായുള്ള അടുത്ത ബന്ധവും വികസന തുടർച്ചയും തനിക്ക് വലിയ ഭൂരിപക്ഷം സമ്മാനിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 100% പാർട്ടിയോട് എനിക്ക് കടപ്പാടും നന്ദിയുണ്ട്. കാരണം ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണയിൽ തന്നെ എനിക്ക് അവസരം നൽകിയതിന് നന്ദിയുണ്ട്. വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല വിജയമുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് ജനങ്ങളുടെ പൾസ് പൂർണ്ണമായിട്ടും അറിയാം. ജനങ്ങൾ നൽകുന്ന പിന്തുണ അറിയാം, ജനങ്ങളുടെ സ്നേഹം അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല ഭൂരിപക്ഷത്തോടെ UDFന് വിജയിച്ചു കയറാൻ സാധിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ. അതെ, ഞങ്ങൾ എന്തായാലും പ്രചരണം അതിൻ്റെ മുറക്ക് UDF ആവിഷ്കരിക്കും. അത് നേതാക്കൾ അതിൻ്റെ നല്ല ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പൊതുപരിപാടികളുണ്ട്, അതുപോലെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകരുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളും ഉണ്ടാകും. അത് വളരെ കുറഞ്ഞ സമയമാണ്. പരമാവധി ആളുകളിലേക്ക് നേരിട്ടെത്തുക എന്നതായിരിക്കും ഞങ്ങളുടെ മുൻഗണന. CCN പെരിന്തൽമണ്ണ.